തിരുവനന്തപുരത്തിൻ്റെ MP അതേപോലെ മേയർ മാത്രമല്ല, MP അവിടെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ഉണ്ടാവേണ്ടതാണ്. രാജേഷ് മാത്രമല്ല, ശശി തരൂരിനെയും കണ്ടില്ല. അപ്പോൾ രാജേഷിനെ മാത്രമല്ല ശശി തരൂരിനെയും ഒഴിവാക്കി എന്ന് പറയാം. എന്താ പറയാത്തത് മാധ്യമങ്ങളെ? ശശി തരൂരിനെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ നിങ്ങൾ നോക്കണം, പ്രധാനമന്ത്രിക്കൊപ്പം 2 പരിപാടികൾ, ഇന്ത്യൻ റെയിൽവേയുടെ പരിപാടി കണ്ടു, BJPയുടെ പരിപാടി കണ്ടു. 2 പരിപാടികളിലും നഗരപിതാവായ, നഗരത്തിലെ പ്രഥമ പൗരനായ മേയർ ഇരിപ്പുണ്ട്. പിന്നെ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ഒരു ലിസ്റ്റിൽ മേയർ വരേണ്ടതാണ്. പക്ഷേ അത് അലംഘനീയമൊന്നുമല്ല എന്നാണ് ഞാൻ പ്രോട്ടോക്കോൾ നോക്കിയപ്പോൾ. പ്രോട്ടോക്കോൾ അനുസരിച്ച് SPG, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനത്തിന് ഈ പ്രോട്ടോക്കോൾ പരിശോധിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് വരുന്ന ആളുകളുണ്ടെങ്കിൽ റിപ്പറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കാം, സ്ക്രീൻ ചെയ്ത് മാറ്റാം. അത് നോക്കുമ്പോൾ 2 പരിപാടികളിൽ മേയർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എയർപോർട്ടിലെ പരിപാടി അവർ വെട്ടിയിരിക്കാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് പിണറായി വിജയൻ്റെ സർക്കാർ കള്ളക്കളി കളിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെ തയ്യാറാക്കുന്ന, അവിടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതും പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കുന്ന പരിപാടികൾ, അതായത് സ്വകാര്യ പരിപാടികളാണെങ്കിൽ ഈ പ്രോട്ടോക്കോൾ ഒക്കെ വ്യവസ്ഥയൊക്കെ മാറ്റാം. പക്ഷേ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു സ്വകാര്യ പരിപാടിയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിറങ്ങുകയാണ്, മിനിസ്റ്റർ ഓൺ വെയിറ്റിംഗ് കൂടെ ഉണ്ടാവണം. അങ്ങനെ ഒരു മന്ത്രി പ്രധാനമന്ത്രി പോകുന്നിടത്ത് കൂടെ ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച ആളുണ്ടാവണം. അങ്ങനെ വരുന്ന ഒരു പരിപാടിയിൽ നിന്ന് മേയറെ ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ വാർത്തയാക്കുന്നത്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലൊരു കാര്യമുണ്ട്. ഈ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരുന്നവരെ വേണമെങ്കിൽ SPGക്ക് മാറ്റാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കളിയുണ്ട്. കാരണം ഇന്ന ആളുകൾ ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും BJP ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുക്കുന്നത് BJP അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, പൊതുഭരണ വകുപ്പാണ്. പൊതുഭരണ വകുപ്പിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിൽ, BJP കൊടുത്ത ലിസ്റ്റിൽ രാജേഷിൻ്റെ പേരുണ്ടായിരുന്നോ? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് രാജേഷിൻ്റെ പേരങ്ങ് വെട്ടിയോ? എന്നിട്ടാണോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തതെന്നുള്ള വസ്തുത ഇനി പുറത്തു വരണം.